സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ ആദരണീയ സുനിൽജി, പ്രിയപ്പെട്ട രാജശേഖർജി, സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ നമസ്കാരം. ഹരിയേട്ടനെക്കുറിച്ച് എങ്ങനെ സ്മരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഓർമ്മകളൊക്കെ വന്നു. പക്ഷേ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് വട്ടത്തിലിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഓർമ്മകളാണ്. അതെങ്ങനെ വേദിയിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇവിടെ അവതാരികയായ സഹോദരി ഹരിയേട്ടൻ്റെ പ്രതിഭകളെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞു. അതിലേറ്റവും അവസാനം പറഞ്ഞത് ഹരിയേട്ടൻ്റെ പാണ്ഡിത്യവും സാരള്യവും എന്നുള്ളതാണ്. വാസ്തവത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയവും അതുതന്നെയാണ്. നമ്മുടെ എം എ സാറ് ഒരിക്കൽ ഹരിയേട്ടനടുത്ത് നിൽക്കുമ്പം പറഞ്ഞു, ഹരിയേട്ടനടുത്ത് നിൽക്കുമ്പം എനിക്കാണ് പൊക്കം കൂടുതലെങ്കിലും ഔന്നത്യം ഹരിയേട്ടനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഹരിയേട്ടൻ്റെ ഔന്നത്യം നമുക്ക് വേണ്ടി ഹരിയേട്ടൻ ആ ഔന്നത്യം കുറച്ചു കൊണ്ടുവന്നു. ഹരിയേട്ടൻ ഉയരത്തിൽ നിന്ന് സ്വയം സേവകരിലേക്കും കാര്യകർത്താക്കളിലേക്കും എങ്ങനെയാണ് വന്നത് എന്ന് ചിന്തിച്ചാൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ജില്ലാ പ്രചാരകമായിരിക്കുമ്പോൾ ഹരിയേട്ടൻ്റെ യാത്ര കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് താലൂക്കിലുണ്ടായിരുന്നു. അന്നത്തെ യാത്ര ഹരിയേട്ടൻ പുതിയ പുതിയ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്. ഹോസ്ദുർഗ് താലൂക്ക് എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നഗരം തൊട്ട് അങ്ങ് പനത്തടി വരെയുണ്ട്. കുന്നും മലയൊക്കെയുള്ള ഏരിയയാണ്. അവിടെ നിന്നൊക്കെ പുതിയ പുതിയ പ്രവർത്തകരാണ് വരുന്നത്. അപ്പോൾ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്ക് എല്ലാവരെയും ഹോസ്ദുർഗിലേക്ക് വിളിക്കണ്ട, നമുക്ക് 2 പരിപാടി വെക്കാം, ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരവും. അവരിങ്ങോട്ട് സഞ്ചരിക്കുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പരിപാടിയായിട്ടാണ് നടത്തിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കാര്യകർത്താക്കന്മാരുടെ അടുത്തേക്ക് ചെല്ലുക, പ്രവർത്തകരുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ള ഹരിയേട്ടൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള രീതിയായിരുന്നു. അത് സംസാരിക്കുമ്പോഴും പ്രഭാഷണം നടത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ ആശയപരമായിട്ട് വ്യക്തമാക്കുമ്പോഴും എല്ലാം തന്നെ ഹരിയേട്ടൻ്റെ ആ സാരള്യം, അല്ലെ കാര്യകർത്താക്കന്മാർക്ക് വേണ്ടി ചെറുതാകുന്ന ഔന്നത്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹരിയേട്ടൻ എങ്ങനെയാണ് കാര്യകർത്താക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ, ഓരോരോ കാര്യം ചിന്തിക്കുമ്പോൾ ആദ്യം രാഷ്ട്രം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. രാഷ്ട്രത്തെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട്, സംസ്കാരം പേറുന്ന അല്ലെ സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ ദീർഘകാലം ജീവിക്കുന്ന ആ പരമ്പര, അതേപോലെ തന്നെ അതിന് ആ പരമ്പരയ്ക്ക് ജീവൻ നൽകിയ പുണ്യമായിട്ടുള്ള ആ ഭൂപ്രദേശം, പിന്നെ ആധുനിക കാലത്ത് അതിനെ നടത്തിക്കൊണ്ടു പോകുന്ന സർക്കാർ, അതിനെ സംരക്ഷിക്കുന്ന സർക്കാർ, ഭരണകൂടം, ഇതെല്ലാം ചേർന്നാണ് രാഷ്ട്രമെന്ന് നമ്മളെ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സംഘത്തിൽ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. സംഘത്തിൽ വന്ന ശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന. സാധാരണഗതിയിൽ രാഷ്ട്രം എന്നെല്ലാവരും പറയാറുണ്ട്, പക്ഷെ അത് ഭരണകൂടത്തെക്കുറിച്ചാണ്. രാജ്യമല്ല രാഷ്ട്രമെന്ന് ചിന്തിക്കാൻ സ്വയംസേവരെ പഠിപ്പിക്കുന്നുണ്ട് സംഘത്തിൽ. അതാണ് നമ്മുടെ ആശയത്തിൻ്റെ കാതൽ. രാഷ്ട്രമാണ് നമ്മുടെ ആരാധ്യ ദേവത. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പം ഹരിയേട്ടൻ പറഞ്ഞു, രാഷ്ട്രത്തിന് വിവിധ ഘടകങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാന ഘടകം, ആ ഘടകം രാഷ്ട്രത്തിൻ്റെ എല്ലാമാണ്. നമ്മളത് പറയുമ്പോൾ ഒരു പക്ഷേ ഭരണകൂടം ഇല്ലാതാവും, അല്ലെ ഭൂമി നഷ്ടപ്പെടും, എങ്കിലും
ആ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത പാരമ്പര്യം പേറുന്ന ഒരു ജനസമൂഹം ജീവിച്ചിരുന്നാൽ അതിനെ രാഷ്ട്രമാണെന്ന് പറയാൻ സാധിക്കും. ആനി ബസന്റ് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കൾ നശിച്ചു കഴിഞ്ഞാൽ ഭാരതം നശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇസ്രായേൽ ജനത അവരുടെ ഭൂമി പോയിട്ടും ഭരണകൂടം ഇല്ലാതിരുന്നിട്ടും അനേകം വർഷങ്ങൾ അവർ തുടർന്നു പോന്നിട്ടുണ്ട്. അപ്പം ഹരിയേട്ടൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹരിയേട്ടൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം നാളികേരത്തിൻ്റെയാണ്. ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാമ്പുണ്ട്, ചിരട്ടയുണ്ട്, ചകിരിയുണ്ട്. ഹരിയേട്ടൻ പറയാണ് ഇത് മൂന്നും കൂടെ ചേർന്ന തേങ്ങയാവും. മുന്നിലിരിക്കുന്നവരുടെ നിലവാരത്തിലേക്ക് ഹരിയേട്ടൻ ഇറങ്ങി വരികയാണ്. ഹരിയേട്ടൻ പറഞ്ഞ് അതിൽ നിന്ന് ചകിരി അങ്ങ് മാറ്റി, അപ്പോഴും നമ്മളതിനെ തേങ്ങ എന്ന് വിളിക്കും, കാമ്പും ചിരട്ടയും. കുറേ കഴിഞ്ഞ് ചിരട്ടയും കൂടെ മാറ്റി നമ്മുടെ കയ്യിൽ ആ കാമ്പ് എടുത്തു വെച്ചാൽ അതാണ് തേങ്ങ. അപ്പം അതാണ് സംസ്കാരം, അതാണ് ദേശീയ ജനത. ഇങ്ങനെ പറഞ്ഞ് ഹരിയേട്ടൻ കാര്യകർത്താക്കന്മാരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമുക്ക് ഹരിയേട്ടനിൽ നിന്ന് ആണുള്ളത്. ഒരുപക്ഷെ ഹരിയേട്ടൻ പഠിച്ചതും സ്വയം സേവകർക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഹരിയേട്ടൻ ഈ സംഘടനയ്ക്ക് വേണ്ടി ആണ് ഹരിയേട്ടൻ്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചത്. മറ്റെല്ലാ കാര്യങ്ങളും ഹരിയേട്ടൻ അറിയാമെങ്കിലും ഹരിയേട്ടൻ്റെ താല്പര്യം മുഴുവൻ ഈ നമ്മുടെ സംഘത്തിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും. മറ്റൊരു കാര്യം, രാഷ്ട്രത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ധർമ്മം. അപ്പോൾ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ഹിന്ദുരാഷ്ട്രത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് എന്ന് നമ്മൾ പ്രാർത്ഥനയുടെ അവസാനം പറയുന്നു. അപ്പം നമ്മളെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട വഴി എന്താണ്? ധർമ്മം തന്നെ പല രൂപത്തിലാണ്. ധർമ്മത്തിൻ്റെ നിർവചനം തന്നെ നമുക്ക് പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ധർമ്മത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഇപ്പോൾ ഹരിയേട്ടൻ്റെ കേസരി വാർഷിക പതിപ്പിലുള്ള ഒരു ലേഖനം എനിക്ക് വായിക്കാൻ സാധിച്ചു. അതിൽ സംഭവാമി യുഗേ യുഗേ എന്നാണ്. അപ്പോൾ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞതാണ്. അധർമ്മം വളർന്ന് അങ്ങനെ സമൂഹത്തിന് നാശം വിതയ്ക്കുമ്പോൾ അധർമ്മികളെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഗീതയിൽ പറയുന്നത് സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ്. ഇതിനെയാണ് ഹരിയേട്ടൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മം പുനഃസ്ഥാപിക്കും, ഇല്ല ധർമ്മത്തെ സ്ഥാപിക്കും, പക്ഷേ ദുഷ്ടന്മാരെ നിഗ്രഹിക്കും. അതിനൊരു കണ്ടീഷനുണ്ട്. ഭഗവാൻ ഇവിടെ അവതരിക്കണമെങ്കിൽ പരിത്രാണായ സാധുവിന, സാധുക്കൾ ഇവിടെ ആവശ്യമാണ്. ആരാണ് ഈ സാധുക്കൾ? സജ്ജനങ്ങൾ. ഹരിയേട്ടൻ വിശദീകരിക്കുന്ന ഈ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി അനുകൂലം നിൽക്കുന്ന, ധർമ്മത്തിന് വേണ്ടി പൊരുതുന്ന, അല്ലെ ധർമ്മത്തിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന ഒരു നിരയാണ് ധർമ്മഭടന്മാരാണ് ഈ സാധുക്കൾ. അങ്ങനെയുള്ള സാധുക്കളെ ധർമ്മഭടന്മാരെ സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെയ്യുന്നത് എന്ന് ഹരിയേട്ടൻ അതിൽ വിശദീകരിക്കുമ്പോൾ നമ്മുടെ സ്വയം സേവകരുടെ നിലവാരം നമ്മൾ അറിയാതെ ഉയരുകയാണ്. നമ്മുടെ റോൾ എന്താണ്, നമ്മുടെ കർത്തവ്യം എന്താണ്, നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് അതിൽ അങ്ങനെ നമ്മളെ ആ രീതിയിലേക്ക് ഉയർത്തുകയാണ് ഹരിയേട്ടൻ. മറ്റൊരു കാര്യം, അദ്ദേഹം കാര്യകർത്താക്കന്മാരെ എങ്ങനെയാണ് അദ്ദേഹം ആശയവ്യക്തത എന്നുള്ളത് ഹരിയേട്ടൻ്റെ മുഖമുദ്രയാണ്. ആശയവ്യക്തത മാത്രമല്ല, പ്രായോഗികമതിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം, ഒരിക്കൽ ഭാരതത്തിൽ ലോണാവാല ബൈഠക്ക് എന്ന് പറയുന്ന ഒരു ബൈഠക്ക് നടന്നു, 5 ദിവസത്തെ ബൈഠക്ക്. സംഘത്തിൻ്റെ വിവിധ വിവിധ ക്ഷേത്രത്തിൻ്റെ കാര്യകർത്താക്കൾ, അഖില ഭാരതീയ തലത്തിലുള്ളവർ, സ്വർഗീയ ഡേങ്കടിജി ഉൾപ്പെടെയുള്ളവർ 5 ദിവസം നമ്മുടെ ശാഖാപ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. അപ്പം അതിനെക്കുറിച്ചൊരു പത്രിക ഉണ്ടായിരുന്നു. അതെല്ലാ കാര്യകർത്താക്കന്മാർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അതിൽ തലക്കനമുള്ള അധികാരി നിര പാടില്ല എന്നൊരു വാക്കുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷെ അത് അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്താൽ തെറ്റിദ്ധരിക്കുന്നതാണ്, തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു നമുക്ക് തലക്കനം എന്നുള്ള മാറ്റിയിട്ട് മേൽക്കനം ആക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഹരിയേട്ടൻ പറയുന്നു ഈ അവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ ഘടന ഒരു ട്രയാങ്കിൾ, ത്രികോണം പോലെ ആയിരിക്കണം.
അപ്പോൾ ത്രികോണത്തിൻ്റെ ഏറ്റവും വിസ്താരമുള്ള ഭാഗം അടിവശമാണ്. മുകളിലേക്ക് പോകുന്തോറും ആ വിസ്താരം കുറഞ്ഞ് കുറഞ്ഞ് സിംഗിൾ പോയിന്റിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ സംഘടനാ പദ്ധതി. അപ്പോൾ ഇത് മറിച്ചിട്ടാലോ? മറിച്ചിട്ട് കഴിഞ്ഞാൽ മേൽത്തട്ടിൽ ഒരുപാട് വളരെ വിസ്തൃത, മേൽത്തട്ടിൽ ഒരുപാട് പ്രവർത്തകരില്ല, ഒരുപാട് ചുമതലപ്പെട്ട ആൾക്കാർ. താഴേക്ക് വരുമ്പോൾ, നമ്മുടെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് വരുമ്പോൾ പ്രവർത്തകർ കുറവ്. അങ്ങനെ ആകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അരിയേട്ടൻ അതിന് പറഞ്ഞത്, മേൽക്കനമുള്ള അധികാരി നിര നമ്മുടെ ഓരോ ജില്ലയിലും അല്ലെ വിഭാഗിലോ അല്ലെ താലൂക്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അധികാരികളുടെ ഇങ്ങനെ നിര ഉണ്ടാകാൻ പാടില്ല. അവിടുന്ന് അടിത്തട്ടിലായിരിക്കണം, സംഘടനയുടെ അടിത്തട്ടിലായിരിക്കണം പ്രവർത്തകരുടെ ബാഹുല്യം എന്ന് ഹരിയേട്ടൻ അതിനെ വിശദീകരിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ തരത്തിൽ നമ്മുടെ സംശയങ്ങൾ, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വേഗം പറയാം. പ്രാന്ത സേവാ പ്രമുഖായിരുന്നു ഞാൻ 90-ൽ. അപ്പോൾ പ്രാന്ത സേവാ പ്രമുഖം എന്നുള്ള ഒരു പുതിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ പുതിയ ഉത്തരവാദിത്വം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നുമില്ല സംഘത്തിൽ, അങ്ങനെ ഉണ്ടാവുകയില്ല. നമ്മുടെ ഡോക്ടർജി ആദ്യകാല പ്രചാരകന്മാരെ ഓരോ സ്ഥലത്തേക്ക് അയക്കുന്ന സമയത്ത് ഡോക്ടർജി തന്നെ നിർദ്ദേശം കൊടുത്തൊന്നുമല്ല അയക്കുന്നത്. പിന്നെ എഴുത്തുകൾ എഴുതും ഡോക്ടർജി, പിന്നെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സംഘത്തിലൊരു പുതിയ ഉത്തരവാദിത്വം കിട്ടിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും ഉടനെയുള്ള വിശദീകരണങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാന്ത സേവാപ്രമുഖന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ചർച്ചയുണ്ട് അഖിലഭാരതീയ തലത്തിലൊക്കെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണല്ലോ. എല്ലാവർക്കും പരിചയം ശാഖയിൽ പോവുക, ക്യാമ്പിന് പോവുക, സഞ്ചലനം നടത്തുക, ഇങ്ങനെയുള്ളതാണല്ലോ നമുക്ക് പരിചയം, നമുക്ക് ഇഷ്ടവും അത് തന്നെയാണ്. അപ്പോൾ ഈ പുതിയ കാര്യം എങ്ങനെ ചെയ്യും? അത് സംഘം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ, അതോ നമ്മളെ കുറച്ച് പേരെ ഇങ്ങനെ ഉത്തരവാദിത്വം കൊടുത്ത് നിർത്തിയിരിക്കുകയാണോ എന്നൊക്കെ തമാശനൊക്കെ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ബാംഗ്ലൂരൊക്കെ ശാഖകൾ തന്നെ സേവാപ്രവർത്തനം ചെയ്യാൻ തുടങ്ങി. അവർ സ്ലം ഏരിയ, ചേരി പ്രദേശത്തൊക്കെ പോയി ഓരോരോ സംസ്കാര കേന്ദ്രങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങി. കാരണം മഹാരാഷ്ട്രയിൽ ഗ്രാമവികാസം എന്നൊരു പദ്ധതിയാണ് തുടങ്ങിയത്. ഒരു ഗ്രാമം പ്രത്യേകം സെലക്ട് ചെയ്ത് അവിടെ വനസമ്പത്ത് എന്ന് വെച്ചാൽ വൃക്ഷങ്ങൾ കൂട്ടുക, മൃഗസമ്പത്ത്, അതേപോലെയുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഗ്രാമവികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാമീണ പുനർരചനയാണ്. അപ്പോൾ അവിടെയൊക്കെ അത് പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇതേതാണ് ചെയ്യേണ്ടതെന്ന് സംശയമായി. ശാഖാടിസ്ഥാനത്തിൽ സേവാപ്രവർത്തനം വേണോ, അതോ ഗ്രാമവികാസം പോലെയുള്ള പ്രത്യേക പ്രവർത്തനം വേണോ? അപ്പോൾ ഞാനൊരു ദിവസം ഹരിയേട്ടനെ സമീപിച്ചു. ഹരിയേട്ടൻ ചികിത്സ കഴിഞ്ഞിട്ട്, തൈല ചികിത്സ കഴിഞ്ഞിട്ട്, രോഗമൊന്നുമല്ല, ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് മാതൃശാലയിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് കാണുന്നുമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ശശി, രാത്രി 7:30 തൊട്ട് 7:45 വരെ ഒരു സമയമുണ്ടല്ലോ, 8 മണി ഒരു സമയമുണ്ട്, അപ്പോൾ കറണ്ട് പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ കറണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, മറ്റുള്ളവർ വരുമ്പോൾ അവരെ വെളിച്ചത്തിരുന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഈ കാര്യമാണ് നമ്മുടെ സേവാപ്രവർത്തനം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ശാഖ ചെയ്യണമെന്നൊരു കൂട്ടർ പറയുന്നു, അതെല്ലാം വേറൊരു പ്രവർത്തനം ഗ്രാമവികാസം പോലെയാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇത്, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് അതിൻ്റെ ഒരു സംശയം ചോദിച്ചു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, വളരെ നിസ്സാരമായിട്ട്, വളരെ എളുപ്പത്തിൽ, വളരെ സരളമായിട്ട് പറഞ്ഞു, സംഘം ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ രണ്ടല്ല അനേകം അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ 2 അഭിപ്രായം എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുന്നു. അനേകം അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം തോന്നില്ല. അപ്പോൾ സംഘം ഒരു പുതിയ കാര്യം തുടങ്ങുന്ന സമയത്ത് അനേകം അഭിപ്രായങ്ങൾ വരും, അതെല്ലാം നമുക്ക് പരീക്ഷിക്കാവുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ സംശയം അവിടെ തീർന്നു. ഇതേപോലെയാണ് കാര്യകർത്താക്കന്മാർക്ക് ഹരിയേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഈ സേവാപ്രവർത്തനം നടക്കുന്ന അവസരത്തിൽ അനേക സഹോദരിമാർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് 20, 22, 25 വയസ്സുള്ള സഹോദരിമാർ പ്രവർത്തനത്തിന് വന്നു. അവരെ അയക്കാൻ നമ്മൾ ഉദ്ദേശിച്ച അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികൾ താമസിക്കുന്നിടത്തേക്കാണ്. വളരെ പിന്നോക്കമുള്ള സ്ഥലങ്ങളിൽ, വയനാട്, അട്ടപ്പാടി, അഗസ്ത്യവനം, ഇടുക്കിയിൽ, മൂന്നാർ പ്രദേശങ്ങളൊക്കെയാണ്. അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ഈ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്ത ജോലി കിട്ടുമോ അല്ലെ വിവാഹത്തിന് ഇടയ്ക്കുള്ള 2-3 വർഷമുണ്ട്. അവിടെ ആ സമയത്ത് സേവാപ്രവർത്തനത്തിന് വന്നവരാണ്. സ്വയം സേവ സഹോദരിമാരുണ്ട്, സംഘത്തെക്കുറിച്ച് അറിയാത്തവരുണ്ട്, ഇത് ജോലിയാണെന്ന് പ്രതീക്ഷിച്ച് വന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ സേവാപ്രവർത്തനത്തെക്കുറിച്ച് ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നോക്ക സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവരോടായിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. പിന്നെ കാലാവസ്ഥയുടെ പ്രാതികൂല്യം ഉണ്ടാകും, ഭക്ഷണ വ്യത്യാസം ഉണ്ടാകും, താമസിക്കാൻ വേണ്ട പോലെ സ്ഥലമില്ല, ഇതൊക്കെ ഉണ്ടാകും, കഠിനമാണ് കാര്യങ്ങൾ.
അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഹരിയേട്ടൻ പറഞ്ഞത്, നിങ്ങളെ എവിടെ അയച്ചാലും നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അപ്പം ഞങ്ങൾ കാത് കൂർപ്പിച്ച് ഇതെന്താ സംഭവം? അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഹാരത്തെക്കുറിച്ച് ആലോചിക്കും. സാധാരണഗതി പട്ടിണി ഇരിക്കുമ്പോൾ നമ്മൾ ആഹാരം എന്ന് കിട്ടും, എപ്പോൾ കിട്ടും, എന്ത് കിട്ടുമെന്നൊക്കെ ആലോചിക്കും. പക്ഷേ ഏകാദശിക്ക് നമ്മൾ ആഹാരത്തെക്കുറിച്ച് ആലോചിക്കില്ല. ഏകാദശിക്ക് പട്ടിണിയാണ്, പക്ഷേ നമ്മൾ ആഹാരത്തെക്കുറിച്ച് ആലോചിക്കില്ല. കാര്യം എന്താ? നമ്മൾ സ്വയം സ്വീകരിച്ചതാണ്. ഈ വ്രതം ഏകാദശി വ്രതം നമ്മൾ സ്വയം സ്വീകരിച്ചതായതുകൊണ്ട് നമ്മൾ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അതുപോലെ ഈ സേവാപ്രവർത്തനവും നിങ്ങൾ സ്വയം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളെ എവിടെ വേണേലും അയക്കാം, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയുകയും അവർക്ക് വളരെ ആത്മവിശ്വാസം കിട്ടുകയും, അതിലൊരു സഹോദരി എഴുതിയ വളരെ ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. വളരെ 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 അഗാധമായ ഉൾക്കാഴ്ച, ഈ തരത്തിൽ ഡീപ്പ് ഇൻസൈറ്റ് കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം പിരിയുകയും ആ പ്രവർത്തനത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഈ തരത്തിൽ എങ്ങനെ ഏത് കാര്യമാണ് ഏത് വ്യക്തിയോട് പറയേണ്ടത് എന്ന് ഹരിയേട്ടൻ അറിയാം. കാര്യകർത്താക്കന്മാർ വളരുന്നത് സുഖലോലുപതയുടെ അന്തരീക്ഷത്തിലായിരിക്കരുത് എന്ന് ഹരിയേട്ടൻ നിർബന്ധമുണ്ടായിരുന്നു. ഹരിയേട്ടനെക്കുറിച്ച് ഒരു ഹാർഡ് കോറിൻ്റെ ആളാണ് എന്നാണ് പത്രങ്ങൾ എഴുതിയത്. ഭാസ്കറാവുജിക്ക് ശേഷം ഹരിയേട്ടൻ പ്രാന്തപ്രചാരകമായിരിക്കുമ്പം ഈ ആള് സംഘടനയുടെ ഹാർഡ് കോറിൽപ്പെട്ട ആളാണെന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഹരിയേട്ടൻ്റെ സംസാരത്തിൽ സ്വയംസേവകർ, കാര്യകർത്താക്കന്മാർ സുഖമായുള്ള പരിസ്ഥിതി കൂടി അല്ല വളരേണ്ടത്, അവർക്ക് അനുഭവം കിട്ടണം. ഒരിക്കൽ ക്യാമ്പ് നടത്തിയ സമയത്ത്, പേരാമംഗൽ ക്യാമ്പ് നടത്തിയ സമയത്ത് വൈകുന്നേരത്തെ ആഹാരം 4 മണിക്കത്തെ ചായക്കുള്ള ചെറിയ കടികൾ, ഉണ്ണിയപ്പവും ഒക്കെ ഓരോ ശാഖക്കാർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ശാഖയിൽ നിന്ന് ഓരോ 10-15 ദിവസം കൊണ്ടുവന്നു. അപ്പോൾ അത് നടത്തിയ പ്രചാരകന്മാർക്കൊക്കെ സന്തോഷം തോന്നി. അവസാനം ഹരിയേട്ടൻ പ്രാന്തപ്രചാരകമാണ്, സംഘേഷാവർക്കിനെ കുറിച്ച് വിലയിരുത്തിയപ്പം അവർ അഭിമാനത്തോടു കൂടി പറഞ്ഞു 10-15 ദിവസം ആഹാരം വെളിയിൽ നിന്ന് സ്വയംസേവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അതത്ര നമുക്ക് അനുകരണീയമായ കാര്യമല്ല. കാരണം ഓരോ ദിവസം വരുന്നത് വ്യത്യസ്ത രുചിയുള്ളതായിരിക്കും. ഇന്ന് ഉണ്ണിയപ്പം വരുന്നു, നാളെ എന്തായിരിക്കും എന്ന് സ്വയംസേവർ ചിന്തിക്കും. ഇവിടെ വീട് വിട്ട് 20 ദിവസം താമസിക്കുന്ന സംഘത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ്. എന്ന് മാത്രമല്ല, വെളിയിൽ നിന്നൊരാഹാരം 10,000 പേര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് വെളിയിൽ നിന്നൊരാഹാരം വരുന്നത് സുരക്ഷിതത്വത്തിന് അത് മോശമാണ്, അത് കേടാണ് എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ല. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞൊരു ക്യാമ്പിൽ അച്ചാർ തീർന്നപ്പം കടയിൽ നിന്ന് അച്ചാർ വാങ്ങി കൊടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് കാരണം, അതിൻ്റെ പരിണാമം എന്താണെന്ന് അറിയാവോ? അനേകം പേര് ആശുപത്രിയിലായി. അച്ചാർ പഴകിയ അച്ചാറായിരുന്നു. അപ്പോഴാണ് പുറമേ നിന്നൊരു ആഹാരം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളത്. ഇതേമാതിരി അദ്ദേഹത്തിൻ്റെ രസകരമായ ഉദാഹരണങ്ങളുണ്ട്. അതായത് ക്യാമ്പിലെ ആഹാരത്തെക്കുറിച്ചിട്ടാണ്. ഒരു ക്യാമ്പിലെ ആഹാരത്തിന് അടുക്കളയിൽ ഒരാൾ അരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പിലെ ആഹാരത്തിനൊരു നിലവാരമുണ്ട്, നമുക്കറിയാം. ഉപ്പുമാവ് തുടങ്ങി പല സംഗതികളും ഉണ്ട്. പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും ബൈടെക്കിൽ സംഖ്യ കുറവായിരിക്കും, 10-50 പേരേ ഉണ്ടാവുള്ളൂ. ക്യാമ്പിൽ 500 പേരുണ്ടാവും. അപ്പോൾ ക്യാമ്പിനേക്കാളും നല്ലതായിരിക്കും ബൈടെക്കിൽ ആഹാരം. അപ്പോൾ ഒരു ദിവസം ക്യാമ്പിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ അരി അരിക്കുമെന്ന് നമ്മൾ പറയല്ലോ, കല്ല് കളയാനായിട്ട്. അപ്പോൾ ഉടനെ ഹരിയേട്ടൻ ആളോട് ചെന്ന് പറഞ്ഞു, സഹോദര, ഇത് ബൈടെക്കല്ല, ക്യാമ്പാണ്. അത് കേട്ടപ്പം അരിച്ചു മാറ്റിയ കല്ലൂടെ വീണ്ടും തിരിച്ചരിയിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. ഹരിയേട്ടൻ്റെ തന്നെ ഉദാഹരണമാണ്. കാരണം ആ രീതിയിലുള്ള സുഖലോലുപത പാടില്ല എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടായിരുന്നു ഹരിയേട്ടനെ സംബന്ധിച്ച്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സംഘത്തെക്കുറിച്ചാണേലും വിവിധ ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിലും, വിവിധ ക്ഷേത്രത്തെക്കുറിച്ച് ഹരിയേട്ടൻ്റെ നല്ല നല്ല ഉദാഹരണങ്ങളുണ്ട്. സംഘവും വിവിധ ക്ഷേത്രവും ആശയപരമായിട്ട് ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി ഹരിയേട്ടൻ കേരളത്തിന് വെളിയിൽ യാത്ര ചെയ്ത സമയത്ത് ഒരു ദിവസം രാവിലെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പം കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആൾക്കാർ ഹരിയേട്ടനുമായിട്ട് കണ്ടുമുട്ടിയില്ല. ഹരിയേട്ടന് ടാക്സി പിടിച്ച് നേരെ RSS കാര്യാലയത്തിൽ പോട്ടെ എന്ന് പറഞ്ഞു. ആ ടാക്സിക്കാരൻ കൊണ്ട് BJP കാര്യാലയത്തിൽ വിട്ടു. ഹരിയേട്ടൻ പറഞ്ഞു, എനിക്ക് ഇവിടെയല്ല പോകേണ്ടത്. അപ്പോൾ ടാക്സിക്കാർ ഹരിയേട്ടനെ ഉപദേശിച്ചു, ഇതൊക്കെ ഒന്ന് തന്നെയാണ്, സാർ ഇവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഹരിയേട്ടൻ ഞങ്ങളോട് പറഞ്ഞു. ആശയപരമായിട്ട് നമ്മൾ ഒന്നാണ്. പക്ഷേ ഹരിയേട്ടൻ വേറൊരു ഉദാഹരണവും പറയും. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ്. അതായത് ഈ തൃശ്ശൂർ
ആ റൗണ്ട് ഉണ്ടല്ലോ, വടക്കുംനാഥൻ്റെ ചുറ്റും മൈതാനത്തുള്ള ചീട്ടുകളിയുടെ ഉദാഹരണം പറയും. അപ്പോൾ ചീട്ട് കളിക്കുന്ന 4 പേരുടെ കളിയുണ്ടെന്ന് എനിക്കറിയാം. അതിൽ കൂടുതൽ 6 പേരുടെ കളിയും ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ചീട്ട് കളിക്കാൻ 3-4 പേരെ ഒക്കെ പറ്റുള്ളൂ. പക്ഷേ കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതിൻ്റെ പുറകിൽ പോയിരിക്കും. പുറകിൽ പോയിരുന്നിട്ട് ഈ ചീട്ട് നോക്കിയിട്ട് അത് ഇറക്ക് ഇത് ഇറക്ക് എന്നൊക്കെ പറയും. അവസാനം മെല്ലെ മെല്ലെ പിടിച്ച് ആ ചീട്ട് കയ്യിലാക്കിയിട്ട് പിന്നെ ഇയാൾ കളിക്കാൻ തുടങ്ങും. ഇതേപോലെ വിവിധ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വയം സേവ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരും. അതുകൊണ്ട് ബി ജെ പി ആണ് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതും പ്രവർത്തിക്കേണ്ടതും. സ്വയം സേവർക്ക് വോട്ട് ചെയ്യാൻ, സമ്പർക്കം ചെയ്യാം. പക്ഷെ നമ്മൾ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് മുദ്രാവാക്യം വിളിക്കാതിരിക്കാൻ പാടില്ല. നമ്മളങ്ങനെ സഹായിക്കാൻ പോയി ആ ചീട്ട് നമ്മൾ കയ്യിലെടുക്കും. അത് പാടില്ല എന്ന് പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, സംഘത്തെക്കുറിച്ചുള്ള ഹരിയേട്ടൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമായിരുന്നു. ഒരു പ്രാവശ്യം ഈ കൊച്ചി മഹാനഗരത്തിൽ ഒരു അവധി ദിവസമായിരുന്നു. ആ അവധി ദിവസം സംഘത്തിൻ്റെ ഉത്സവം വന്നു അന്ന് തന്നെ ഒരു വിവിധ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രകടനവും മീറ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഉത്സവം അവധി ദിവസം അല്ലാതെ ഞായറാഴ്ച എന്ന് വെക്കുക, നമ്മൾ തിങ്കളാഴ്ചത്തേനാക്കി. ആ പരിപാടി വിജയിക്കണമല്ലോ, സ്വയം സേവ എത്തണമല്ലോ. പരിയേട്ടൻ പറഞ്ഞു, സംഘത്തിൻ്റെ ഒരു ഉത്സവം ഏറ്റവും നന്നായിട്ട് നടത്താവുന്ന ഒരു അവധി ദിവസം വന്ന സമയത്ത് നിങ്ങൾ സംഘത്തെ മറന്നുകൊണ്ട് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇത് സംഘടനാപരമായിട്ട് ശരിയല്ല എന്ന് പറയുകയാണ്. ആ തരത്തിൽ ഹരിയേട്ടനെ സംബന്ധിച്ച് ഹരിയേട്ടൻ്റെ സംഘടനാ ശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മുടെ സ്വയം സേവരിലേക്കും കാര്യകർത്താക്കന്മാരിലേക്കും കൊടുത്തിരുന്നു. ഈ തരത്തിലൊരു സംഘടന വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മ ദൃഷ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹരിയേട്ടൻ്റെ ജീവിതം അപഗ്രഥിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് വിഷമകരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് പറയുമ്പം നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സംഘ അറിവിനെക്കുറിച്ചേ അറിയുള്ളൂ. ബാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ ഫീൽഡിൽ നമ്മളില്ല. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സംഘത്തിലെ ഹരിയേട്ടൻ്റെ സംഘടനാ ശാസ്ത്രം തന്നെ വളരെ വിശാലമായിട്ടാണ്. ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം സേവയുടെ ഇടയിൽ അനൗപചാരിക സന്ദർഭങ്ങളിലും ഒക്കെ തന്നെ ഹരിയേട്ടൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹരിയേട്ടനെക്കുറിച്ചും മാധവജിയെക്കുറിച്ചും പരമേശ്വർജിയെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ സ്വയം സേവയുടെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഹരിയേട്ടൻ ഒരിക്കൽ പറഞ്ഞു, സംഘം സൃഷ്ടിയാണ് നടത്തുന്നത്, നിർമ്മിതിയല്ല നടത്തുന്നത് എന്ന് പറയുക. എന്നിട്ട് ഹരിയേട്ടൻ പറഞ്ഞു, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിലൊരു പുതിയ ആൾ സൃഷ്ടിക്കപ്പെടും. നിർമ്മിതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കെട്ടിടമായിരിക്കും, അതിൽ നിന്ന് പുതുതായിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ സംഘം സൃഷ്ടിയാണ് നടത്തുന്നത് എന്ന് ഹരിയേട്ടൻ പറയുമായിരുന്നു. ഇതേ ആശയം തന്നെ പരമേശ്വർജിയും പറഞ്ഞിട്ടുണ്ട്. പരമേശ്വർജിയായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചോദിക്കാൻ മടിയുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച് ഞാൻ, പ്രചാരകന്മാരിങ്ങനെ കാര്യാലയം പണി ഒക്കെ നടത്തുന്നത് ശരിയാണോ, കെട്ടിടം പണിയൊക്കെ നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പരമേശ്വർജി അദ്ദേഹത്തിൻ്റെ ദാർശനിക സ്വഭാവത്തിൽ പറഞ്ഞു, മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പം എന്തെങ്കിലും ചെയ്ത് തൃപ്തി അടയാന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്ത് തൃപ്തി അടയുക എന്നുള്ള മനുഷ്യ സഹജമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ദിവസം വെറുതെ ഇരിക്കുകയാണ്, അന്ന് നമുക്ക് പ്രവർത്തനമൊന്നുമില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ 4 മണിയാകുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടും. അപ്പോൾ നമ്മുടെ സ്വയം സേവർ എന്താണ് ചെയ്യേണ്ടത്, കാര്യകർത്താക്കന്മാരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിരുന്നു. അതേപോലെ തന്നെ സംഘത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്ന രീതി യാദവറാവുജിയും പറഞ്ഞിട്ടുണ്ട്. സംഘശക്തിയെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും സംഘശക്തിയെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ യാദവറാജി വിശദീകരിച്ചു, സംഘശക്തിയെ ഉണ്ടാക്കുന്നത്, ശക്തിയെ എന്തിനാണോ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കാനാണ്. ഈ ശക്തി കൊണ്ട് പലർക്കും തോന്നും. എം പി രാഘവൻ വളരെ പറഞ്ഞിട്ടുണ്ട്, RSSൻ്റെ ശക്തിയുടെ ഒരു ഭാഗം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കേരളത്തെ മാറ്റിയേനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഘശക്തി അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല. സംഘശക്തി ഏതുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത്
അതിന് തന്നെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ഹരിയേട്ടനും നിർബന്ധമുണ്ടായിരുന്നു. ഹരിയേട്ടൻ്റെ അവസാന കാലത്ത് ഹരിയേട്ടനെ കാണാൻ വന്ന അഖില ഭാരതീയ അധികാരികളോട് എന്താ ഞങ്ങളോട് പറയാനുള്ളത്, അവർ ഇങ്ങനെ ചോദിച്ചു. ഹരിയേട്ടന് കുറച്ച് വിഷമങ്ങളുണ്ട്. ചരണസ്പർശം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു, കാല് തൊട്ട് വന്നിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം ഹരിയേട്ടൻ എല്ലാം കൃത്യമായിട്ട് അപ്പോഴും നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ കാല് തൊട്ട് വന്നിച്ചോളാൻ പറഞ്ഞു. എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അദ്ദേഹം ഈ നമ്മുടെ തണൽ ബാലികാസാധനത്തിൽ അങ്ങനെ വിശ്രമിക്കുമ്പോൾ വളരെ അസുഖത്തിന് ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഘത്തെ സംഘമായി നിലനിർത്തുക. അതിൻ്റെ ഹിന്ദി എനിക്ക് സംഘ ബനാക്കർ രഹന അതാണെന്ന് തോന്നുന്നു. സംഘത്തെ സംഘമായിട്ട് നിലനിർത്തുക. ആ സംഘത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുക. അപ്പം അതുകൊണ്ട് സംഘത്തെ സംഘമായി നിലനിർത്തുക എന്നൊരു ദൗത്യമാണ് ഹരിയേട്ടൻ്റെ സ്മരണയിൽ നമുക്കെല്ലാം നിർവഹിക്കാനുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.